ചെയ്യുന്ന എന്തെങ്കിലും ഒരു സഹായം ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രവൃത്തി കഴിഞ്ഞ 4-5 വർഷമായി ചെയ്തു വരുന്നത്. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഞങ്ങൾ ഇതുപോലുള്ള പരിപാടികൾ നടത്തി വരുന്നുണ്ട്. ഓരോ വർഷം കിട്ടുന്ന തുകയും അത് വീതം വെച്ച് ചില ജില്ലകളിൽ ഓരോ വർഷവും മാറി മാറി ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വയനാട്ടിൽ ഇത് 3ാമത്തെ തവണയാണ് ഞങ്ങൾ ഇതുപോലൊരു പരിപാടി നടത്തുന്നത്. ഒരു തവണ വൈത്തിരി ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് യൂണിഫോം നൽകിയിരുന്നു. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം കൽപ്പറ്റയിൽ ഒരു ഫാത്തിമ മാത അന്ത്യവാസ ആശ്രമത്തിൽ ഞങ്ങൾ കുറെ ഫർണിച്ചറുകൾ നൽകിയിരുന്നു. ഇന്ന് ഇവിടെ ഈ ആശയറ്റ ഇവർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഏതാനും ഫാനുകൾ നൽകുവാനുമാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങൾക്ക് വളരെയധികം സംതൃപ്തി നൽകുന്ന ഒരു പ്രവൃത്തിയാണിത്. വലിയൊരു സഹായമല്ലെങ്കിലും ഞങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം ഇവർക്ക് ഉപകാരപ്രദമാകും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഞങ്ങളുടെ ഈ സംഭാവന സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ഇവിടുത്തെ ഈ ആശ്രമ അധികൃതരോട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കാനറ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന ചെയർമാനുമായ സഖാവ് CD ജോസിന് എത്തിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ KBFന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി സഖാവ് PS കൃഷ്ണയുണ്ട്. കാനറ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ നേതാക്കളായ സഖാവ് കുഞ്ഞാമുണ്ട്, സഖാവ് അഹമ്മദുണ്ട്. അതുപോലെ തന്നെ വയനാട്ടിലുള്ള നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സും കുറേയധികം ബ്രാഞ്ചുകളുള്ള നമ്മുടെ സഖാക്കളും എല്ലാവരുമുണ്ട്. എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഞങ്ങൾ നൽകുന്ന ഈ ചെറിയ ഉപഹാരം ഏറ്റുവാങ്ങണമെന്ന് ഇവിടുത്തെ ഈ ആശ്രമത്തിന്റെ അധികൃതരോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒരു മിനിറ്റ്. മിത്രങ്ങളെ, പ്രിയ സഖാക്കളെ, നേരത്തെ സൂര്യ പറഞ്ഞതുപോലെ ഒരു ചെറിയ സഹായം നമുക്ക് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിനും ഈ സ്ഥാപനത്തിൽ കഴിയുന്ന ആളുകൾക്കും നമ്മളൊരു ചെറിയ സഹായം നമ്മുടെ സംഘടനയിലെ അംഗങ്ങളിൽ നിന്ന് നൽകാൻ സാധിച്ചതിൽ കൃതാർത്ഥതയുണ്ട്. നല്ല മനുഷ്യരിലൂടെയാണ് ലോകം നല്ല സ്വർഗമായി തീരുന്നത്. ഇവിടെ ഇത്തരം സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം അർഹിക്കുന്ന ആളുകളെ അനാഥരാകുമ്പോൾ അവരെ സംരക്ഷിക്കാനും അവരെ നല്ല പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും ശ്രമിക്കുന്ന കുറെ നല്ല മനുഷ്യർ ഈ നവജീവൻ ആശ്രമത്തിന്റെ ബ്രദറും അതിന്റെ പ്രവർത്തകരും അതുപോലെ ഇതിന് സ്ഥലമൊക്കെ സംഭാവന ചെയ്ത സുബിൻ പോലെയുള്ള നല്ല മനുഷ്യരും വലിയ ഒരു മനുഷ്യസ്നേഹപരമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അവരുടെ പ്രവർത്തനം മാതൃകാപരമാണ്. അവരെ കാനറ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെയും ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷന്റെയും ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെയും പേരിൽ അഭിനന്ദിക്കുന്നു. അതുപോലെ ഇവിടെ കഴിയുന്ന ഇതുപോലെയുള്ള നല്ല മനുഷ്യർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യം, പൂർണ്ണമായ ആരോഗ്യവും സന്തോഷവും സമാധാനവും നല്ല ജീവിതവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇതൊരു ചെറിയ സംഭാവനയാണ് എങ്കിലും സസന്തോഷം സ്വീകരിക്കുക. ഞങ്ങളിങ്ങനെ ഭാവിയിൽ സാധ്യമാണെങ്കിൽ ഞങ്ങൾ പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും ഇതിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദിവസം നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചു നിർത്താം. നമുക്കൊന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ച് 2 വാക്ക്
ഈ സന്ദർഭത്തിൽ കാനറ ബാങ്ക് എംപ്ലോയീസ് യൂണിയനെ അഭിനന്ദിക്കുന്നു. ഇതുപോലുള്ള സാമൂഹിക സേവന പരിപാടികളെ മാതൃകാപരമായിട്ട് കാനറ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ സംഘടിപ്പിച്ചു വരുന്നു എന്നതിൽ അത്യധികം സന്തോഷമുണ്ട്. തീർച്ചയായും ഈ അന്തേവാസികളെ സംബന്ധിച്ച് ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് അത് കണക്കാക്കേണ്ടത്. ഈ സന്ദർഭത്തിൽ എല്ലാവിധ നന്മകളും നേരുന്നു. നമുക്ക് ഈ സാർമാരെയൊക്കെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കണ്ടേ? കാരുണ്യവാനായ ദൈവമേ, അനേകം മക്കള് തെരുവുകരങ്ങളിൽ അലഞ്ഞെടുക്കുമ്പോൾ കർത്താവെ അവരെ ശ്രേഷ്ഠമായി പരിപാലിക്കപ്പെടുവാൻ അവിടുന്ന് വിശുദ്ധ ബൈബിളും ഖുറാനും മറ്റ് ചതുർവേദങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോഴെല്ലാം അവിടെയെല്ലാം കാണുന്നുണ്ട് ദരിദ്രനെ പൊടിയിൽ നിന്നും അഗതിയെ ഉപ്പക്കുഴിയിൽ നിന്നെടുത്ത് പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുക എന്നുള്ളത് ഒരു വലിയ ദൗത്യം. അത് ഈശ്വരൻ നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്നതാണ്. ആ പൂർണ്ണതയിലേക്ക് ഓരോ കണ്ണികളുമായി ഓരോ ദിവസവും പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ നല്ല രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു പോകുന്നത്. കാരുണ്യവാനായ തമ്പുരാനെ, എന്റെ പ്രിയപ്പെട്ട മക്കളെ അതിനൊരു കണ്ണികളാക്കിയതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ അവിടുത്തെ തിരുസന്നതയിൽ ദൈവമേ സമർപ്പിക്കുന്ന ഇവരുടെ കുടുംബാംഗങ്ങളെ, ജീവിത പങ്കാളികളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെല്ലാം സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം ജ്ഞാനസമ്പൂർണ്ണതയിൽ വളർത്തണമേ, വിശുദ്ധ ജീവിതത്തിൽ വളർത്തണമേ. ദൈവമേ, രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ഭൂകെടുതികളിൽ നിന്നും എല്ലാം വിടുവിച്ച് സംരക്ഷിച്ചു കൊള്ളണമേ. ഇവരുടെ ഭവനത്തെയും വസ്തുക്കളെയും പക്ഷിമൃഗാദികളെയും സസ്യലതാദികളെയെല്ലാം അവിടുത്തെ വലിയ പരിപാലനയും കാവലോടും കൂടെ ഇരിക്കണമേ. ഇവരുടെ സ്ഥാപനങ്ങളെല്ലാം നിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. സത്യസന്ധമായിട്ടും ദൈവികമായിട്ടും എല്ലാം പ്രവർത്തിച്ചു പോകാൻ എല്ലാം കൃപ കൂടുതൽ ധാരാളമായി ഇവരിലേക്ക് ചൊരിയണമേ. ഇവരുടെ സ്ഥാപനങ്ങൾക്കെല്ലാം തിരു രക്തത്തിന്റെ സംരക്ഷണവും കാവലുണ്ടായിരിക്കണമേ. ദൈവദൂതന്മാരുടെ കാവലേർപ്പെടുത്തണമേ. കാരുണ്യവാനായ ദൈവമേ, ഇവരെ ശ്രേഷ്ഠമായി ഈ ഭവനത്തില് വേനൽക്കാലങ്ങളിലെ ചൂടേൽക്കാതെ കഴിയുമ്പോൾ എത്ര നാളുകളെ ഇതിനകത്ത് വസിക്കുന്ന ഓരോ മക്കളും അവരുടെ പ്രാർത്ഥന ഇവരുടെ ഭവനങ്ങളിൽ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കുമല്ലോ. അതിനായി ദൈവമേ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇവർക്ക് ഇനിയും നല്ല ശ്രേഷ്ഠമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ശുശ്രൂഷകളെല്ലാം ചെയ്യുവാൻ, ദീർഘായുസ്സോടുകൂടി ഇരിക്കാനും ശക്തിയും ബലമെല്ലാം പ്രാധാന്യം ചെയ്യുവാനും അവിടുത്തെ ആനന്ദമായ കരം നീട്ടണമേ, അനുഗ്രഹിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അന്നൊന്നും ആവശ്യമായിരിക്കുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്ന പിന്നെ ദുഷ്ടായിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടെന്നാൽ രാജ്യം ശക്തിമോ സമ്മേഹിക്കണമുള്ളതാണ്. വിശുദ്ധ മാതാവേ, ഈ സ്ഥാപനത്തിന്റെ മാധ്യസ്ഥരായിട്ടുള്ള എല്ലാ വിശുദ്ധരുമേ ഇവർക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കുന്ന പിതാവിനും പുത്രനും വിശുദ്ധർക്കും വേണ്ടി